അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ജിസേലും ആര്യനും തമ്മിൽ അവിടെ നടന്നിട്ടുള്ള കാര്യം അങ്ങനെ അനുമോളെടുത്ത് ജിസേല് സമ്മതിച്ചിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജിസേലും അനുമോളും തമ്മിലൊരു സംഭാഷണത്തിൽ ജിസേൽ സമ്മതിക്കുന്നുണ്ട്. അനുമോളെ ബെഡിൽ കിടന്നിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് തലേന്ന് കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പാനിയുടെ കുറച്ച് കോമഡികളുണ്ടായിരുന്നു. അപ്പം ഈ സത്യം പറഞ്ഞ അപ്പാനിയുടെ ഒരു ക്യാരക്ടർ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണെന്നറിയാമോ? ഗോളാന്തര വാർത്തകൾ എന്ന് പറഞ്ഞൊരു മലയാളം സിനിമയുണ്ടല്ലോ, ശ്രീനിവാസൻ്റെ. അതിനകത്ത് ശ്രീനിവാസൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ദാസൻ, കാരക്കൂട്ടിൽ ദാസനോ അങ്ങനെ പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടല്ലോ. കറക്റ്റ് അത് തന്നെയാണ് ഈ അപ്പാനി. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്യാരക്ടർ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അതേ ക്യാരക്ടറാണ് ഇപ്പം വന്ന് പുള്ളി നട്ടാക്കുറുക്കാത്ത. ആദ്യമൊക്കെ പൊങ്ങച്ചമായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമാണ്, 25 സിനിമകൾ അഭിനയിച്ചിട്ടുള്ള വലിയൊരു ആക്ടറാണ് ഞാൻ, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നൊരു അപ്പാനിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. കഴിഞ്ഞതിൻ്റെ അങ്ങേ ദിവസങ്ങൾ വരെ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് നട്ടാക്കുറുക്കാത്ത നുണ പറയുന്ന ഒരു അപ്പാനിയും കൂടെയാണ് ഞാൻ ലൈവിനകത്ത് കണ്ടത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പാനി സംസാരിക്കുന്നുണ്ട്. അവിടെ ജിഷനുണ്ട്. ജിഷന്റെ അടുത്തിരുന്ന് സംസാരിക്കാനുള്ള കാര്യം അത് വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പാനി ശരത്ത് ആര്യൻ്റെ അടുത്തും അതുപോലെ അവിടെ ജിഷനുണ്ട്, പ്രവീണുണ്ട്. അപ്പോൾ ആര്യൻ, ജിഷൻ, പ്രവീൺ ഇവർ 3 പേര് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പാനി ശരത്ത് അനുമോളെ കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല, അനുമോൾ എന്നെ നാണം കെടുത്തി, എന്നെ മോശക്കാരനാക്കി, ഓരോ ക്യാമറയുടെ മുമ്പിലും പോയിട്ട് എന്നെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ മോശക്കാരനാക്കി. ഇവിടുത്തെ ഏതൊക്കെ ക്യാമറയുടെ മുമ്പിലാണ് എന്നെ പോയി പറഞ്ഞേക്കുന്നതെന്നല്ല എനിക്ക് നല്ല പോലെ അറിയാം. അതുമാത്രമല്ല, എൻ്റെ വൈഫിനെ പറ്റി വരെ മോശം രീതിയിൽ സംസാരിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പാനി അങ്ങ് അടിച്ചു കയറിയില്ല. ഞാൻ പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ശ്രീനിവാസൻ്റെ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമാണ്. അതേ രീതിയിലാണ് പുള്ളിക്കാർ ഇവിടെ സംസാരിക്കുന്നത്. അപ്പം അടിച്ചു കയറി ഇങ്ങോട്ട് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറേ ആൾക്കാരെ കൂടെ കൂട്ടി അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവളെ അടിച്ച് ശരിയാക്കുമെന്നോ അവളെ ശരിയാക്കുന്നുണ്ട്, എല്ലാവരെയും കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാടേ ഇതൊക്കെ. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഗെയിമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ അപ്പാനിയൊക്കെ ഇതൊരു റിയൽ ലൈഫാണെന്നുള്ള രീതിയിലാണ്, ഇതാണ് ജീവിതം, ഇനി അങ്ങോട്ട് അവരുടെ ലൈഫ് അവിടെ തന്നെയാണെന്നുള്ള രീതിയിലാണ് ഇവർ ഈ അപ്പാനിയൊക്കെ ചിന്തിച്ചു വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടെന്ന്, ലൈഫ് ഉണ്ടെന്നുള്ളൊരു ചിന്താഗതി അപ്പാനിക്കില്ല. അപ്പാനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അപ്പാനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്തു കൂട്ടത്തില്ലല്ലോ. നല്ല വെടുപ്പോടെ കൂടി നല്ല വൃത്തിക്ക് ഗെയിം കളിക്കാൻ പോയിട്ടുള്ള ടീമുകളൊക്കെ ആണെങ്കിൽ ഈ പരിപാടിയൊന്നും അവിടെ ചെയ്യത്തില്ല. അത് വേറെ കാര്യം. എന്നിട്ട് പറയുവാണ്, എന്താണ് അനുവിനെ ഞാൻ ശരിയാക്കുന്നുണ്ട്, ഇവിടുന്ന് ഞാൻ എന്ന് ഔട്ടായി പോകുന്നുണ്ടോ അന്ന് ഞാൻ 2 കൊടുത്തിട്ടേ ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞേക്കൊന്ന് കാണണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഈ പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങളൊക്കെ അന്ന് കാണണം കേട്ടോ. അല്ലെ കൂക്കി വിളിച്ച് ആ രീതിയിലായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തു. പിന്നെ അവിടെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചും കൂടെ കാണിക്കുക. അപ്പം ഔട്ടായി പോകുന്നതിൻ്റെ അന്ന് എനിക്ക് 2 മുഖത്ത് നോക്കി എനിക്ക് പറയണം, നല്ല പിടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ആണ് ഇവരുടെ അടുത്തൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് ജിഷനോടും പ്രവീണിനോടും പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ എളിയ, എങ്ങനെയുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യണോ വേണ്ടയോ, നിങ്ങൾ പറ, ഇതൊക്കെ ഞാൻ ചെയ്യണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വൈൽഡ് കാർഡായിട്ട് കയറി വന്ന ആൾക്കാരാണല്ലോ. ഇപ്പം ബിൻസിയുടെ കേസ് കേട്ടാണ് അപ്പാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അനുമോള് ബിൻസിയുടെ കേസ് കേട്ട് പറഞ്ഞല്ലോ. അപ്പം ഇത് അനുമോള് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ അനുമോള് പറയുന്നതിന് മുമ്പേ ആ വീട്ടിൽ ഇത് പല ആൾക്കാരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോഴും ബിൻസിയുടെ ആ ഒരു കേസ് കേട്ടാണ് ഇവിടെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും ആ ഒരു വൈരാഗ്യമാണ് ഇപ്പോഴും അനുമോളെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രവീണിൻ്റെ അടുത്തും അതുപോലെ ജിഷിൻ്റെ അടുത്തും ചോദിക്കുന്നു, അളിയ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ, നാട്ടിൽ പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് അതെന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നത് അവരെ വായിന് എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ടാണ്. ഒരു വൈൽഡ് കാർഡായിട്ട് കയറി വന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ അളിയന് അപ്പാനിക്ക് നാട്ടിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇട്ട് കൊടുക്കുവാണ് അവിടെ. ഇനി അവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടുമ്പോൾ അറിയാലോ, ഞാൻ വെളിയിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ. ഓൾറെഡി ബിൻസി പോയിട്ടുണ്ട്. ബിൻസി പോയി കഴിഞ്ഞിട്ട് അപ്പാനി ആകെ ഞെട്ടിത്തരിച്ചിരിക്കുമായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം ബിൻസി അപ്പാനിയും തമ്മിൽ നല്ലൊരു റിലേഷനിലോട്ട് വരുന്ന സമയത്താണല്ലോ ബിൻസിയെ എടുത്ത ആൾക്കാർ വെളിയിൽ കളയുന്നത്.
അപ്പോൾ അപ്പാനി ആ ഒരു ഇതിലൂടെ കുറച്ച് ന്യൂട്രൽ വഴിയിലൂടെ പുറത്ത് എനിക്ക് നെഗറ്റീവാണോ അതോ പോസിറ്റീവാണോ ഉള്ളൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാനെ കൊണ്ടാണ് ഇങ്ങനൊരു സാധനം ഇവിടെ ഇട്ട് കൊടുത്തത്. എന്നിരുന്നാൽ തന്നെ പുള്ളിക്ക് നല്ല ദേഷ്യമുണ്ട്. എന്നിട്ട് അപ്പാനി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതുവരെ ഇന്ന് വരെ ഞാനിവിടെ അനുമോക്ക് ഞാൻ ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതാണ് ഞാൻ. ഇന്ന് വരെ ഞാൻ ഒരു കണ്ടന്റ് കൊടുത്തിട്ടില്ല. മറ്റുള്ളവരെ പോലെയൊന്നുമല്ല ഞാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടയാണ് അനുമോളെ പുറവേ നടന്ന് വാലെ തൂങ്ങി പിടിച്ച് കണ്ടന്റ് കൊടുക്കുന്ന കണ്ടയാണ് അപ്പാനി. ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് മിണ്ടാൻ പറ്റാതെ നടക്കുന്ന അനുമോളെ പുറകെ, അത് മിണ്ടാൻ പറ്റാതെ നടക്കുന്ന അനുമോളെ പുറകെ പോയിട്ട് വായി വരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പാനിയാണ് നമ്മൾ കണ്ടത് അല്ലേ? സത്യം പറഞ്ഞാൽ എന്തുവാടെ അപ്പാനിയൊക്കെ എന്തുവാണ് കാണിച്ചു കിട്ടുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ അപ്പാനിയൊക്കെ എൻട്രി ചെയ്ത സമയത്ത് ഞാൻ അപ്പാനിയൊക്കെ അവിടെ പൊളിക്കും തകർക്കും എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു ഇമേജിന്റെ ഒരു കാര്യമൊക്കെ സംസാരിക്കുന്നു. ഒരു ഇമേജ് കോൺഷ്യസ് അല്ല, ഞാൻ ഗുണ്ടാവേഷങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇമേജ് നോക്കുന്ന ഒരാളാണെങ്കിൽ, ഞാനായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇമേജ് നോക്കുന്ന ആളാണെങ്കിൽ ഞാൻ പുറത്ത് സിനിമയിലൊക്കെ ഞാൻ എല്ലാം വില്ലൻ ക്യാരക്ടറാണല്ലോ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പം വില്ലൻ ക്യാരക്ടർ എന്തിനാണ് അഭിനയിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി അവിടെ കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ബിഗ് ബോസ് സീസൺ 7 മലയാളം ഓടിക്കൊണ്ടിരിക്കുന്നത് അനുമോള പേരിൽ കൂടിയാണെന്ന് ഒരക്ഷരം തെറ്റാതെ പറയാം. ബിഗ് ബോസ് സീസൺ 7 എന്ന് പറഞ്ഞാൽ അനുമോളായി കഴിഞ്ഞു. ഇനി വേറെ വൈൽഡ് കാർഡോ വേറെ ആരെങ്കിലുമൊക്കെ കയറി വന്നാലേ ഉള്ളൂ. വരുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം നിലവിൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് നോക്കുവാണെങ്കിൽ വേറെ എല്ലാം കണക്ക് തന്നെ. അവിടെ ഒരു കണ്ടസ്റ്റൻസും അനുമോളല്ലാതെ വേറെ ഒരു കണ്ടസ്റ്റൻസും അവിടെ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എല്ലാം അനുമോളെ ബേസ് ചെയ്തിട്ട് പോകുന്ന സാധനങ്ങളാണ്. വേറൊരു കാര്യം മനസ്സിലാക്കണം, അനുമോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള പാവ വരെ അവിടെ തരംഗമായി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രജിത് കുമാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അനുമോൾ കൊണ്ടുപോയിട്ടുള്ള പാവ പിടിച്ചു കുറച്ച് മേടിച്ച് വെക്കണം, അത് അനുവദിക്കരുത്. ഇയാൾ എന്തോന്നായി പറയുന്നത് ഈ രജിത് കുമാർ? എന്തോന്ന് ഭൂലോക വിഡ്ഢിയാണെന്നറിയാം. ആ പാവയിലെ എന്തിരിക്കുന്നു? ഇയാൾ വിചാരിക്കുന്നത് എന്താ അറിയാം? ആ പാവയിൽ ഇനി വല്ല കൂടോത്രത്തിൻ്റെ ഒക്കെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഇപ്പം വെളി വന്നല്ലോ, പാവ കൂടോത്രം അതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ വിശ്വസിച്ചിരിക്കുന്ന അതിനകത്ത് വല്ല കൂടോത്രം ചെയ്തിട്ടായിരിക്കും അനുമോക്ക് വോട്ട് പോകുന്നത്, സപ്പോർട്ട് പോകുന്നതെന്നൊക്കെയുള്ള വിചാരത്തിലാണ് ഇയാൾ പറഞ്ഞേക്കുന്നത്. ബിഗ് ബോസ് ആ പാവ പിടിച്ച് മേടിച്ച് വെച്ചിരിക്കണം. അത്രയും ബുദ്ധിയാണ് അയാൾക്കുള്ളത്. ഇയാളെങ്ങനെ കപ്പ് കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞ ആൾക്കാർ അത് തിരുത്തി പറയേണ്ട അവസ്ഥ വന്നേനെ. കപ്പ് കൊണ്ടുപോയിരുന്നെങ്കിൽ അതിനിപ്പുറം വെച്ച് ആളെ പിടിച്ച് വെളി കളഞ്ഞ് അത് വേറെ കാര്യം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇനി സെലിബ്രിറ്റി ആണെങ്കിലോ എത്ര വലിയ ആക്ടർ ആണെങ്കിലോ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഗെയിം ഏത് രീതിയിലാണ് ജനങ്ങളെ ഒന്നാമത്തെ ദിവസം തൊട്ട് എൻ്റർടൈനിങ് ചെയ്ത് കൊണ്ടുവരുന്നത്, നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഇതുപോലെ കുത്തിത്തിരിപ്പും അതുപോലെ അടിക്കടുള്ള കാലുവാരക്കവും ഈ ശൈത്യം കാണിക്കുന്നുള്ള പരിപാടിയൊക്കെ കാണിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അവരെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ? റോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയൊന്നും ഒരു മനുഷ്യനെ അറിയത്തില്ല. പുള്ളി നിന്ന ആ സീസണിൽ തന്നെ എത്രയോ സെലിബ്രിറ്റികളുണ്ടായിരുന്നു അല്ലേ? എത്രയോ അറിയപ്പെടുന്ന സെലിബ്രിറ്റി ഉണ്ടായിരുന്നു, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്യക്തികളുണ്ടായിരുന്നു. എന്നിട്ട് എന്തേ അവരെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ? അതാണ് പറഞ്ഞത്, ബിഗ് ബോസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുപോലെയാണ്. അവിടെ ആരാണോ ഗെയിം കളിക്കുന്നത് ജനങ്ങൾക്ക് തോന്നുന്നത് റിയൽ ആണെന്ന് തോന്നുന്നത് അവരെ മാത്രമേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതൊരു കാര്യം, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അനുമോള കേസിലാണെങ്കിൽ അനുമോള് റിയൽ ആയിട്ട് തന്നെയാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. കാരണം പുറത്ത് അനുമോളെ നമുക്ക്, വെളിയിലെ അനുമോളെ നമുക്ക് ഓൾറെഡി അറിയാം. സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് ഇമോഷണൽ ആവും, അതൊക്കെ നമുക്കറിയാം. പുള്ളിക്കാരി ഇതുവരെ അവിടെ ഒരു കള്ളം പറയാനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നിനും പോയിട്ടില്ല. അത് വേറൊരു കാര്യം. അപ്പം ജെന്യുവനായിട്ട് 100% ജെന്യുവനായിട്ടുള്ളൊരു വ്യക്തി അനുമോള് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റുന്ന ചില തെറ്റുകുറ്റങ്ങളൊക്കെ അനുമോക്കും സംഭവിക്കാറ്. പുള്ളിക്കാരിയുടെ ഭാഗത്തും തെറ്റില്ലെന്നല്ല. എന്നിരുന്നാൽ തന്നെ മറ്റുള്ളവരെക്കാളും എത്രയോ ഭേദമാണ് അനുമോള്. മറ്റുള്ളവരാണെങ്കിൽ കള്ളം പറഞ്ഞ് ഇപ്പം മറ്റുള്ള ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും അനുമോളെ പുകച്ച് വെളിയിലോട്ട് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർക്ക് ആ ഗെയിം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. അനുമോൾ അവിടെ നിൽക്കട്ടെ, ഞാൻ എൻ്റെ വഴിയിലോട്ട് ഗെയിം കളിച്ച് പോകാന്നുള്ള രീതിയിലല്ല മറ്റുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു അനീഷ് മാത്രമേ ഉള്ളൂ കുറച്ച് ഇതായിട്ട് ചിന്തിക്കുന്നത്, ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതും. പുള്ളിയുടെ തന്നെ ഒരു വെറൈറ്റി രീതിയിലാണ് കളിച്ചു പോകുന്നത്. മറ്റുള്ളവരൊക്കെ മറ്റുള്ള എല്ലാ ആൾക്കാരും അനുമോളിലോട്ട് ഫോക്കസ് ചെയ്യുമ്പം അനീഷിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത്. അതാണ് അനീഷിന് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതും അനീഷിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും. പിന്നെ രാവിലെ തന്നെ ശൈത്യയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അനീഷ്.
രാവിലെ ശൈത്യയും അനീഷുമായിട്ട് ഭയങ്കര ഫൈറ്റായിരുന്നു. അപ്പം രാവിലത്തെ അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെ ഇതുമായിട്ട് 3 ടീമായിട്ട് ഒരു 7 അംഗ സംഘങ്ങളെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓരോ അംഗങ്ങളെയും ഇത് വിധി നിർണ്ണയിക്കുന്ന ഓരോ ആൾക്കാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അനീഷുണ്ട്, പിന്നെ രേണുസുതിയുണ്ട്. അങ്ങനെയെങ്കിലും പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതിനകത്ത് പുള്ളിക്കാരിയെ തിരഞ്ഞെടുത്തത്. വേറെ ഒന്നും അവിടെ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് എനിക്ക് പോകണമെന്ന് കടന്നിട്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേന്നത്തെ ദിവസമൊക്കെ കടന്നിട്ട് പുള്ളിക്കാരി കടന്നിട്ട് പറയുന്നത് കേട്ട് ഇനിയെങ്കിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പിടിച്ചില്ല, കഴുത്തിന് പിടിച്ചില്ല, പൂച്ച പിടിച്ചെറിയുന്ന പോലെ വെളിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. കാരണം കേട്ട് മടുത്തിടേ ലൈവിനകത്ത് ചുമ്മാ ഇവർ ഏത് സമയം നോക്കി കഴിഞ്ഞാൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കുന്നവർക്ക് തന്നെ ഒരു സത്യം പറഞ്ഞ ഒരു അറപ്പ് തോന്നുവാണ്. ഇപ്പം ഇങ്ങനെ ഇത്രയും വേസ്റ്റായിട്ട് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനകത്തോട്ട് എഴുന്നള്ളിച്ച് വന്നത്? ഈ ഒരു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒരു ചാൻസിൽ ഇവർ നഷ്ടപ്പെടുത്തിയത് ഇവരെ അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് ഇവരെ എടുത്തുകൊണ്ട് വന്നതല്ല. ഇവർ ഏഷ്യനെറ്റും ബിഗ് ബോസും ടീമും ഇവരെ അങ്ങോട്ട് പോയിട്ട് ഇവരെ ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അതിൻ്റെയും കൂടെ കുറച്ച് മര്യാദയെങ്കിലും ഇവർ കാണിക്കണ്ടേ? അതും ഇല്ല. എന്തായാലും പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് അനീഷ്, ഒന്ന് ശൈത്യ, ഒന്ന് രേണുസുതി, ഇവർ 3 പേരുമാണ് അത്തപ്പൂക്കളം മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കേണ്ട വിധികർത്താക്കൾ. അപ്പം അവരവരുടെ ടീമിൻ്റെ വിധികൾ, അവരവരുടെ ടീമിൻ്റെ ക്വാളിറ്റി, അങ്ങനെ അത്തപ്പൂക്കളം ഇട്ടൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പറയുക. അപ്പം അതിനകത്ത് അനീഷ് പറയുന്നുണ്ട് എൻ്റെ ടീമാണ് നല്ലോണം ഇട്ടെന്ന് പറയുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട് എൻ്റെ ടീമാണ് നല്ലോണം ട്രഡീഷണൽ രൂപത്തിൽ എൻ്റെ ടീമാണ് നല്ലോണം ഇട്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം അനീഷും പറയുന്നുണ്ട് എൻ്റെ ടീമിനാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷും പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നുണ്ട്. നല്ല രീതിയിൽ അനീഷ് നല്ല രീതിയിൽ ശൈത്യയുടെ വാ അടപ്പിക്കുന്നുണ്ട്. അവസാനം പിന്നെ ബിഗ് ബോസ് ഇടപെട്ടിട്ട് ബിഗ് ബോസ് ഒരു തീരുമാനം ഉണ്ടാക്കി. നല്ല ദിവസമായിട്ട് ഫൈറ്റൊക്കെ വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ രേണുസുതിയുമായിട്ട് ശൈത്യ കുറേ ഡിസ്കസ്സൊക്കെ ചെയ്ത് പുള്ളിക്കാരിയുടെ ടീമിന് തന്നെ പുള്ളിക്കാരിയും കൊടുത്തു. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ടീമിന് തന്നെ പുള്ളിക്കാരിയും ഫസ്റ്റ് പ്രൈസ് കൊടുത്തു. ഓക്കെ, അത് പിന്നെ അങ്ങനെ ആണല്ലോ, ശൈത്യയ്ക്ക് ഒരു ടീമുണ്ടല്ലോ അവിടെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഓണസദ്യയൊക്കെ വരുന്നുണ്ട്. ഒരു മെയിൻ എൻട്രൻസിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് ഒരു 10-20 പേര് ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒന്നിയൻ സാബുവാണ് അതൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ക്യാപ്റ്റൻസി മത്സരത്തിലേക്കുള്ളൊരു നോമിനേഷൻ നടന്നിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒണിയൻ സാബുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ജിസേലിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അഭിലാഷിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജിസേൽ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം കോമഡി ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ജിസേലിന് ബിഗ് ബോസ്. അനുമോളെ കൂടെ നടന്നിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക. അതിനകത്തൊക്കെ രസമായിരുന്നു കേട്ടോ. അപ്പം ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. അപ്പം ഈ ജിസേൽ ക്യാപ്റ്റൻ ആയാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ ജിസേലൊന്ന് ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ശേഷം ഇവർ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ജയിലിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ക്ലോസ് ആയിട്ടുണ്ട്. ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആയിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി അനുമോളുടെ പുറത്തെ സപ്പോർട്ട് കണ്ടിട്ടായിരിക്കാം. കാരണം ഓൾറെഡി ഇപ്പം പുറത്തുനിന്ന് കയറിപ്പോയിട്ടുള്ള പ്രത്യേകിച്ച് മസ്താനി പുറത്തെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി പുള്ളി തെറ്റാതെ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒറ്റ കാര്യമില്ലാതെ. ലാലേട്ടൻ വരുന്ന സമയത്ത് അതൊന്നും ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പം കഴിഞ്ഞ ലൈവിൽ ബിന്നി അതുപോലെ റെനയൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് പറയുവാണ്, ക്യാമറയുടെ മുമ്പിലോട്ട് നോക്കിയിട്ട്, ഞാൻ ചീവീടിനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ വീട്ടിലും ഇങ്ങനെയാണ്, ഞാനിങ്ങനെ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, അത് ചീവീടിനെ പോലെ തോന്നിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ വെളിയിൽ നടക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്ന അതേ കാര്യം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. റെന ചീവീടിൻ്റെ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ശൈത്യയുടെ കാര്യം, കട്ടപ്പ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇതൊക്കെ അവിടെ ഇപ്പോൾ എല്ലാം ലൈവിൽ കാണിക്കണമെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ട്രിം അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ ലൈവിൽ കാണിക്കണമെങ്കിൽ കഴിഞ്ഞോട്ട് ഈ നൂറ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, മറ്റേ സൗദിയിൽ വെച്ചിട്ടുണ്ടായ അബ്യൂസിനെയൊക്കെ പറ്റിയിട്ട് അതൊന്നും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ അത് കാണിക്കാത്തത് കാരണം സൗദി പോലുള്ള രാജ്യത്തെ പറ്റിയിട്ടൊക്കെ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോഴത്തേക്ക് വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും കാണാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിനകത്ത് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോഴത്തേക്ക് ഇപ്പം നൂറയ്ക്ക് ഇപ്പോൾ പുറത്ത് അത് വെളിപ്പെടുത്താം, കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിനകത്ത് അത് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചായിരിക്കാം ആ ഒരു സാധനം ഏഷ്യനെറ്റ് എയർ ചെയ്യാഞ്ഞത്. എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല, ലൈവിനകത്ത് മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം.
ഓക്കെ, അപ്പം എന്തായാലും പുറത്തെ കാര്യങ്ങൾ മൊത്തം മസ്താനി വള്ളി പുള്ളി തെറ്റാതെ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം പുള്ളിക്കാരി ഓക്കെ, അതൊക്കെ വിട്. അപ്പം കഴിഞ്ഞ ദിവസം ഈ ജിസയിൽ മറ്റേ ആര്യമായിട്ടുള്ള കാര്യം അനുമോള് വെളിപ്പെടുത്തിയില്ലായിരുന്നല്ലോ. ആ ഒരു കാര്യം ജിസയിൽ പറയുന്നുണ്ട്, അത് ജിസയിൽ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ കടന്നിട്ട് ഇപ്പം അന്ന് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ, ജിസയിലും ആര്യനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെ കിടന്നാൽ കാണാൻ പറ്റത്തില്ല. എന്നിട്ട് അതിനെ താങ്ങിക്കൊണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവിടെ കിടന്നാൽ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഇപ്പം ജിസയിൽ തന്നെ അനുമോളെ ബെഡിൽ കിടന്നിട്ട് അവർ രണ്ടും ഒരുമിച്ച് കിടക്കുവാണ്. കടന്നിട്ട് കുറച്ച് കാര്യങ്ങളും അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ടു പോകും. എന്താ അനുമോളെ ബെഡിൽ കിടന്നിട്ട് അനുമോൾ എങ്ങനെയാണോ കിടന്നത് അതുപോലെ കിടന്നിട്ട് ജിസയിൽ അങ്ങോട്ട് നോക്കിയിട്ട് വെച്ചാൽ കാണാൻ പറ്റുമോ എന്ന് നോക്കുവാണ്, ശ്രദ്ധിക്കുവാണ്, ചെക്ക് ചെയ്യുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ കിടന്നാൽ എല്ലാം കാണാം അല്ലേ. അപ്പം അനുമോൾ പറയുന്നുണ്ട് അതെ എനിക്ക് ഇവിടെ കിടന്നാൽ എല്ലാം കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ കിടന്ന അനുമോള് കണ്ടിട്ടുണ്ടെന്ന് അത് അനുമോൾ പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ്. കാരണം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ കാണത്തില്ല, അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരെ എങ്ങനെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജിസേലിൻ്റെ വായിൽ തന്നെ അത് വെളി വീണിട്ടുണ്ട്. കാരണം ആ ബെഡ് നല്ല ഹൈറ്റുള്ള ബെഡാണ്. അപ്പം ഉറപ്പായിട്ടും അവിടെ കിടന്നു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ബെഡിലുള്ള കിടക്കുന്ന ആൾക്കാരെ നല്ല പോലെ കാണാൻ പറ്റും. നിനക്കിത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പം ആ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. സംഭവം ജിസയിൽ സമ്മതിച്ചിട്ടുണ്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ എല്ലാം കാണാം. അപ്പം അനുമോള് പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാണ്. അപ്പം ഇനി ഇതിനൊക്കെ പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരാണ്, അതാണ് മണ്ണാങ്കട്ടയാണ്, മാനയാണ്, തേനയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പം ജിസേലിൻ്റെ വായിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ കടന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് ജിസേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ലൈവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇനി അടുത്ത എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ലൈവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ സീസൺ 7-നകത്ത് ഇപ്പം ബിഗ് ബോസ് തുടങ്ങിയത് പിന്നെ മറ്റുള്ള വീഡിയോകളൊന്നും ഇടാൻ പറ്റുന്നില്ല, അങ്ങനെ ടൈം കിട്ടുന്നില്ല. ഒരുപാട് വീഡിയോകൾ പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ബിഗ് ബോസിൻ്റെ വീഡിയോകളാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാം കൂടെ ഇടാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരാണ്, ആരാണ് അവിടെ വാഴകൾ, ആരാണ് അവിടെ വിഷം എന്നൊക്കെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. സീ യു.